വിളിച്ചാ മതി. ആയിക്കോട്ടെ. ഇനി എപ്പോഴാ കാണാ? വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുന്നില്ലേ? ക്ഷണിക്കാം ക്ഷണിക്കാം. എലീനയുടെ ഫോൺ നമ്പർ തരും, ഞാൻ വിളിക്കാം. രാമവർമ്മ നിന്നെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോയത് ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മ വരിക. ഞങ്ങളുടെ കണ്ണിൽ ഉദയോ അസ്തമയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കാലം കടന്നു പോകുന്നത് അറിയുന്നില്ല. ഒരു നീണ്ട രാത്രി കഴിഞ്ഞപ്പോ ഈശ്വരൻ നിന്നെ കൊണ്ടുവന്നു. എന്തൊക്കെയാ അച്ഛമ്മ വാങ്ങി വെച്ചിരിക്കുന്നത് കണ്ടോ? നീ പോയ അന്ന് തൊട്ട് എല്ലാ പിറന്നാളിനും സമ്മാനം വാങ്ങിക്കാനുള്ള പണം അച്ഛമ്മ എടുത്ത് മാറ്റി വെക്കും. ഇനി ഞങ്ങള് വാങ്ങിയാൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ്. അടുത്ത പിറന്നാളിന് എല്ലാം കൂടെ ചേർത്ത് ഞാൻ വലിയൊരു സമ്മാനമാക്കും. ഇനി എന്തൊക്കെ പോഷത്തരകളാ നിന്റെ അച്ഛമ്മ കാട്ടിക്കൂട്ടിയിരിക്കുന്ന അറിയോ കുഞ്ഞുണ്ണിക്ക്? പോഷത്തൊന്നുമല്ല. പറയട്ടെ. എന്താ ഇത്ര പറയാൻ? നീ പോയ അന്ന് തൊട്ട് നാളെ ഉണ്ണി വന്നാലോ നാളെ കഴിഞ്ഞ് ഉണ്ണി വന്നാലോ എന്ന് പറഞ്ഞ് മാസാമാസം ഉണ്ണിക്ക് ഉടുപ്പ് വാങ്ങാൻ പറയും. കഴിഞ്ഞ 10-20 വർഷമായിട്ട് എല്ലാ ഫാഷനിലുള്ള ഉടുപ്പും സേതുലക്ഷ്മി ഭായയുടെ അലമാരിയിലുണ്ട്. ഇത് കണ്ടോ? കഴിഞ്ഞ മാസം നീ വരുമെന്ന് പറഞ്ഞു വാങ്ങി കൂട്ടുന്നതല്ല. ഇട്ടു നോക്കിക്കോളൂ, കൃത്യമായിരിക്കും. ഇനി എന്തൊക്കെ ചെയ്താൽ ആ കൊച്ചുമോനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനില്ല സേവി ലക്ഷ്മി ഭായി തമ്പുരാട്ടി. അച്ഛമ്മയുടെ കൂടെ ഉണ്ടാകുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ സന്തോഷം. കണ്ടോ കണ്ടോ, എന്റെ ഉണ്ണി ഒട്ടും മാറിയിട്ടില്ല. അമ്മ ഉണ്ടായിരുന്നപ്പോഴും ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ അച്ഛമ്മ തന്നെ വേണമായിരുന്നു എന്റെ ഉണ്ണിക്ക്. എന്താ സന്തോഷം കുഞ്ഞുണ്ണിക്കറിയോ? നീ പോയ പിന്നെ ഇപ്പോഴാ ഈ ആട്ടവും കളിയൊക്കെ. 20 വർഷമായി ആ മുഖ്യ പുറത്തിറങ്ങിയിട്ടില്ല, ഒന്ന് ചിരിച്ചു കേട്ടിട്ടില്ല, ഉറക്കം മിണ്ടിയിട്ടില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും ഈ കാത്തിരിപ്പിന്റെ അർത്ഥം ഉണ്ടായല്ലോ. അതവനാണല്ലോ. മോനിതൊക്കെ ഒന്ന് ഇട്ടു നോക്കിയേ. പാകം അല്ലെങ്കിൽ മാറ്റിയെടുക്കാനാ. കുഞ്ഞുണ്ണി